നമസ്കാരം. നമ്മളിപ്പോൾ കലോത്സവ വിശേഷങ്ങൾ എത്തിക്കാനായി പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കാനായി കൊല്ലത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. കലക്കൻ കൊല്ലം. എല്ലാ പ്രേക്ഷകർക്കും കലക്കൻ കൊല്ലത്തിലേക്ക് സ്വാഗതം. അനുജ, അപ്പൊ രണ്ടാം ദിവസം എത്തി നിൽക്കുന്നു. ഇന്നലെ വൈകിട്ട് രാത്രി നമ്മൾ എന്താ പറയാ, കാലം തെറ്റി പെയ്തൊരു മഴ എന്നൊക്കെ പറയാല്ലേ. രാത്രി പെയ്ത മഴ രാവിലെ വരെ തുടർന്നു. രാവിലെ വീണ്ടും ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു പ്രശ്നമില്ല. ശരിക്കും പറഞ്ഞ അത്ഭുതമാണ്. കാരണം പലയിടത്തും വെള്ളം കെട്ടി നിൽക്കുമായിരിക്കും എന്നൊക്കെയായിരുന്നു നമ്മൾ വിചാരിച്ചത്. പക്ഷെ അതൊന്നുമില്ല, പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വേദികളിലും നല്ല മനോഹരമായി. ഇന്നലെ രാത്രി മത്സരം നടക്കുന്ന സമയത്തൊക്കെ പെരുമഴയായിരുന്നു. പക്ഷെ അപ്പോഴും കാണികൾ ഉണ്ടായിരുന്നു. ഈ മത്സരങ്ങളൊക്കെ കാണാൻ ഓരോ വേദിയിലും കസേരയൊക്കെ തലയെ വെച്ചും ഒക്കെ മഴയെ പ്രതിരോധിച്ചുകൊണ്ട് ഇത് കാണാൻ, പ്രത്യേകിച്ച് സംഘനൃത്തമൊക്കെ രാത്രി വളരെ വൈകിയാണ് അവസാനിച്ചത്. അതൊക്കെ കാണാൻ ഒട്ടേറെ പേരുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇന്നിപ്പോൾ ഈ പ്രധാനപ്പെട്ട മൈതാനിയിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രധാനപ്പെട്ട വേദിയുള്ള ആശ്രാമം മൈതാനിയിൽ. അവിടെ മോഹിനിയാട്ടം ഇന്നലെ നടന്ന മത്സരം അത് ഇന്നിപ്പോൾ തുടരുന്നുണ്ട്. ഹൈസ്കൂൾ വിഭാഗം മോഹിനിയാട്ടം അല്ലേ. ഇടയ്ക്ക് ചിലയിടങ്ങളിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ചില അസൗകര്യങ്ങൾ പറയുന്നുണ്ട് നാടൻ പാട്ട് നടക്കുന്നിടത്തൊക്കെ. പക്ഷെ അതൊന്നും തന്നെ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ പ്രതിനിധികളെല്ലാം തന്നെ ഓരോരോ വേദികളിലായി നമുക്ക് വിശേഷങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് അരുൺ രാജിലേക്ക് പോകാം. അരുൺ, ഇപ്പോൾ ഈ പോയിന്റ് നില എങ്ങനെയാണ് എന്നുള്ളതാണ് ഏറ്റവും ആദ്യം അറിയാനുള്ളത്. രണ്ടാം ദിവസമാകുമ്പോൾ നമുക്കറിയാം 59 ഇനങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്നത്. 59 ഇനങ്ങളും പൂർത്തിയാകുമ്പോൾ കോഴിക്കോട് ജില്ല ആധിപത്യം തുടരുകയാണ് എന്നുള്ളതാണ്. കണ്ണൂരും തൃശ്ശൂരും ഒക്കെ തൊട്ട് പിന്നിലുണ്ട്. ഈ കണ്ണൂരും കോഴിക്കോടും ഒക്കെ എപ്പോഴും കപ്പിനായുള്ള പോരാട്ടം, കനത്ത പോരാട്ടം നടത്തുന്ന ജില്ലകളാണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ പോയിന്റ് നില എങ്ങനെയാണ്? ആധിപത്യം പുലർത്തുന്ന ജില്ലകൾ ഇഞ്ചോടിഞ്ച് തൊട്ട് പിറകിൽ ആര്? അനുജ, സ്മിത, എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം ഈ 2-3 സ്ഥാനങ്ങൾ, അത് 1-2-3 സ്ഥാനങ്ങൾ തമ്മിൽ തുടരുന്നു എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷേ നിലവിലെ ജേതാക്കളായ കോഴിക്കോട് തന്നെയാണ് ഈ രണ്ടാം ദിനവും മുന്നിൽ തന്നെ നിൽക്കുന്നത്. 217 പോയിന്റാണ്. ഇതിനോടകം തന്നെ കോഴിക്കോട് 59 ഇനങ്ങളുടെ റിസൾട്ട് പൂർത്തിയാകുമ്പോൾ, അതായത് ഒന്നാം ദിവസത്തെ മത്സരങ്ങൾ പൂർത്തിയായി അതിന്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ കോഴിക്കോടിന് 217 പോയിന്റ് ഉണ്ട്. തൊട്ട് പിന്നിൽ തൃശ്ശൂരും കണ്ണൂരും 215 പോയിന്റ്, അതായത് 2 പോയിന്റിന്റെ വ്യത്യാസം മാത്രമേ ഈ കോഴിക്കോടുമായി നിലവിൽ ഇവർക്ക് ഉള്ളൂ. മൂന്നാം സ്ഥാനത്ത് മലപ്പുറമാണ് 208. അത് കുറച്ചധികം പിന്നിലാണെങ്കിൽ പോലും അത് ഇന്ന് ഈ മലപ്പുറത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട മത്സര ഇനങ്ങൾ, മലപ്പുറത്തിന്റെ സ്വന്തമായ ഒപ്പനയടക്കമുള്ള മത്സരങ്ങൾ ഇന്ന് വേദിയിലേക്ക് എത്തുന്നുണ്ട്. ഗ്രൂപ്പ് ഇനങ്ങളുണ്ട്. സ്വാഭാവികമായും ഇവിടെ അതിന് മേക്ക് ഓവർ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് മലപ്പുറം ജില്ലാ ടീം തന്നെ പറയുന്നത്. നമ്മൾ ഓരോ ജില്ലാ കോർഡിനേറ്ററുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് രണ്ടാം ദിവസവും കഴിയട്ടെ, പ്രശ്നമില്ല, മുന്നേറാൻ കഴിയുമെന്നുള്ളതാണ്. ആതിഥേയരായ കൊല്ലം 6ാം സ്ഥാനത്ത് തുടരുന്നു. അത് 6ാം സ്ഥാനത്ത് തുടരുമ്പോൾ പറയുമ്പോൾ ഇന്നലെ വൈകുന്നേരം 6 മണിക്കൊക്കെ ഈ കൊല്ലത്തിന്റെ ഒരു കുതിപ്പ് നമ്മൾ കണ്ടതാണ്. 1ാം സ്ഥാനത്ത് വന്ന കൊല്ലം ഇപ്പോൾ 6ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. പക്ഷേ ആരുടെയും എവിടെയാണ് ഉറച്ച സ്ഥലം എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇന്നലെ വൈകുന്നേരം മുതൽ കോഴിക്കോട് തുടരുന്ന ഒരു അപ്രമാദിത്യം, കോഴിക്കോടിന്റെ ഒരു സ്ഥിരത അതിപ്പോഴും തുടരുന്നു. 217 പോയിന്റുമായി കോഴിക്കോടാണ് ഈ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിനവും ഒന്നാമതായി എത്തി നിൽക്കുന്നത്. അരുൺ രാജാണ്. പ്രവിതയെ കുറെ നേരമായിട്ട് കാണാനില്ല കേട്ടോ. മിക്കവാറും ഈ മോഹിനിയാട്ടവും ഭരതനാട്യമൊക്കെ ഉള്ളിടത്ത് എവിടെയാണോ അവിടെ പ്രവിത ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ മോഹിനിയാട്ടം നടക്കുന്നത് നമ്മുടെ മുഖ്യ വേദിയിൽ പോയി തപ്പി നോക്കാല്ലേ, പ്രവിത കാണും. അപ്പൊ പ്രവിതയിലേക്ക് നമുക്കൊന്ന് പോവാം. പ്രവിത, കേൾക്കാമെങ്കിൽ മോഹിനിയാട്ടം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? ഞാൻ അനുജയോട് പറയായിരുന്നു, പ്രവിത മിക്കവാറും മോഹിനിയാട്ടം നടക്കുന്ന പ്രധാന വേദിക്ക് മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന്. മോഹിനിയാട്ടത്തിൽ ലയിച്ചു പോയോ? പ്രവിത കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. പ്രവിതാലക്ഷ്മി, പ്രവിതാലക്ഷ്മി അങ്ങനെ മോഹിനിയാട്ടമൊക്കെ കണ്ട് ഇന്നലെ രാത്രിയൊക്കെ ഇരുന്ന് ഇങ്ങനെ പഴയ കലോത്സവ കാലത്തിന്റെ കഥകളൊക്കെ പറയുകയായിരുന്നു. അതെ, ഇന്നിപ്പോ സ്മിത ഈ എന്തോ ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഈ സ്മിത ഇന്നിപ്പോ ഏറ്റവും പ്രധാനമായിട്ട് നാടകം ഇന്ന് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നാടകം ഇതിനോടകം തന്നെ വേദി 2ലാണ് നടക്കുന്നത്. കൊല്ലത്തെ സംബന്ധിച്ച് നാടകം എന്നൊക്കെയുള്ളത് അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല പ്രേക്ഷകരുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ നമ്മൾ ഓർമ്മിക്കുകയാണ്. ഇതിലേക്ക് ഒന്ന് പോയാലോ? ശരിയായിട്ടുണ്ടോ?
പ്രവിത ഞങ്ങൾ വിചാരിച്ചു പ്രവിത ആ വഴി പോയിന്ന് ഈ മോഹിനിയാട്ടമൊക്കെ കണ്ട് അവസാനം സ്റ്റേജിലൊക്കെ കയറി കളിക്കണം എന്നൊക്കെ പറഞ്ഞാൽ പണിയാവും. അവിടെ നിന്നുള്ള വിശേഷങ്ങൾ എന്താണ്? ആസ്വദിക്കുകയാണോ മോഹിനിയാട്ടം? കാരണം ഞാനിപ്പോൾ 1ാമത്തെ വേദിയിലാണ് നിൽക്കുന്നത്. ഇവിടെ മോഹിനിയാട്ട മത്സരം പുരോഗമിക്കുകയാണ്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ മോഹിനിയാട്ട മത്സരമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. രാവിലെ 9:30 മത്സരം ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും കൃത്യസമയത്ത് മത്സരം ആരംഭിച്ചിരുന്നില്ല. ഏതാനും മിനിറ്റുകൾ വൈകിയാണ് ഈ മത്സരം ആരംഭിച്ചത്. എന്നാലും പരമാവധി സമയ ക്ലിപ്തത പാലിക്കാൻ സംഘാടകർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ വേദി ഒന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ ഇന്നലെയൊക്കെ ഈ സമയം ഈ വേദി നിറഞ്ഞ ആളുകളെ കാണാമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ആ ഒരു അവസ്ഥയല്ല. ഇവിടെ ഇപ്പോൾ വേദിയിൽ അതിനും മാത്രം ആളുകളൊന്നും കാഴ്ചക്കാരായി എത്തിയിട്ടില്ല. അറിയാമല്ലോ, രാവിലെ നല്ല മഴയായിരുന്നു. ഇന്നലെ രാത്രി മുതൽ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്താതിരുന്നത്. പക്ഷേ കവാടത്തിനരികിലൊക്കെ തിരക്ക് കാണുന്നുണ്ട്. ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ ഇവിടേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വേദി 1-ലെ സ്ഥിതി ഇതാണെങ്കിൽ വേദി 2-ൽ നാടോടി നൃത്ത മത്സരം പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം ഇന്ന് ഇപ്പോൾ ഇതേ വേദിയിൽ തന്നെ ഒപ്പന മത്സരം നടക്കാനിരിക്കുകയാണ്. ഒപ്പന മത്സരം എന്ന് പറയുന്നത് അറിയാമല്ലോ, ഇത് ഒരുപാട് ആളുകളെ ഈ വേദിയിലേക്ക് എത്തിക്കുന്ന ഒരു മത്സരം കൂടിയാണ് ഒപ്പന. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഒരു മത്സരാർത്ഥി പെർഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത മത്സരാർത്ഥി കയറാൻ പോവുകയാണ്. എന്തായാലും കൊല്ലത്തെ ഈ മത്സരം പുരോഗമിക്കുമ്പോൾ എന്താ പറയുക, ആളുകളുടെ ആ ഒരു ഒഴുക്കൊക്കെ ഇന്നലെ നമ്മൾ ഒരുപാട് കണ്ടിരുന്നു. അത് തീർച്ചയായിട്ടും ഒരുപാട് പ്രേക്ഷകർ എത്തുമ്പോൾ, ഒരുപാട് കാഴ്ചക്കാരെത്തുമ്പോൾ അത് മത്സരാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് നൽകുന്ന ഊർജ്ജം ചെറുതാകില്ല. അപ്പോൾ കൂടുതൽ കൊല്ലംകാർ ഇവിടേക്ക് ഒഴുകിയെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് മത്സരാർത്ഥികളും ഒപ്പം സംഘാടകരും. അതാണ് ഇപ്പോൾ പ്രവിതാലക്ഷ്മിയാണ് മോഹിനിയാട്ടം നടക്കുന്ന വേദിയിൽ നിന്ന്. ഇന്നലെ മോഹിനിയാട്ടവും സംഘനൃത്തവും നടന്ന വേദിയിൽ ഇന്ന് മോഹിനിയാട്ട മത്സരം പുരോഗമിക്കുന്നുണ്ട്. അതിനുശേഷം ഒപ്പന, അതൊക്കെ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഇനം കൂടിയാണ്. അപ്പൊ ആളുകൾ കൂടി വരും. കുറച്ചു മുൻപ് അധികം പ്രാതിനിധ്യമില്ല എന്നൊക്കെ നമുക്ക് തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ സ്മിത, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. മത്സരാർത്ഥി അതെ, ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പോകുന്നുണ്ടാവും. ഇവിടെ തിരിഞ്ഞു നോക്കിയാലും കലാകാരന്മാരും കലാകാരികളും തന്നെയാണ്. നമുക്കിപ്പോ ഒരു പാർവണേന്ദു എന്ന് പറഞ്ഞൊരു മോളെ കിട്ടിയിട്ടുണ്ട്. നോക്കാം. പാർവണേന്ദു, സ്വാഗതം നമ്മുടെ ഈ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക്. പാർവണേന്ദു എന്ന പേരല്ലേ? നല്ല മനോഹരമായ പേര്. അതെ, പാർവണേന്ദു മുഖി പാർവതി. ഇഷ്ടാണോ പേര്? എല്ലാവരും പറയാറുണ്ടോ നല്ല പേരാണ്? എല്ലാവരും പാട്ട് പാടിയിട്ട് കളിയാക്കും. ആണോ? ഏതൊക്കെ താല്പര്യമുള്ള ഇനാണ്? എനിക്കുണ്ട്. പക്ഷെ ഇനിയിപ്പോ ഒരു മോൾക്ക് മാളവികാന്ന് ഇട്ടുപോയി. ഇനി നോക്കാം. നല്ല മനോഹരമായ പേരാ. മോളെ ഏതിലൊക്കെയാ പങ്കെടുത്തത്? ഞാൻ മലയാളം പദ്യം ചൊല്ലലും കന്നഡ പദ്യം ചൊല്ലലും ഉണ്ടായിരുന്നു. കന്നഡ എങ്ങനെയാ വന്നത്? ഈ മലയാളം കന്നഡ എനിക്ക് ലാംഗ്വേജ് ഒക്കെ പഠിക്കാൻ ഇഷ്ടം. അപ്പൊ അങ്ങനെ പാട്ട് മാത്രം പഠിക്കാന്നുള്ള രീതിയിൽ ഒരു മിസ്സിനെ കണ്ടുപിടിച്ചിട്ട് പഠിച്ചതാണ്. ആണോ? പാട്ട് മാത്രം? നല്ല ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് ആണ് കന്നഡ അല്ലേ? ഇപ്പൊ മോള് കവിത മലയാളം പദ്യം ചൊല്ലലില് ഏതാണ് ഇന്ന് ചൊല്ലിയത്? മലയാളം MN പാലൂരിന്റെ ഉഷസ് ആണ് ചൊല്ലിയത്. പാലൂർ അതാണോ? അല്ലെങ്കിൽ മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കവിത ചൊല്ലു? അത് ഞാൻ കന്നഡ ചൊല്ലാൻ പോണോ? പക്ഷെ മലയാളം എന്തായാലും ചൊല്ലണം അല്ലേ? മത്സരം കഴിഞ്ഞോ? മത്സരം കഴിഞ്ഞു. 2-ന് എ ഗ്രേഡ് ആണോ? അത് പ്രത്യേകം പറയണം. അപ്പൊ കൺഗ്രാറ്റുലേഷൻ. അപ്പൊ നമുക്ക് പെർഫോമൻസിലേക്ക് പോകാം. ആദ്യം കന്നഡ ಅಲ್ಲೇ. ಲಕ್ಷ್ಮೀಶ ಕವಿಯ ಜೈಮಿನಿ ಭಾರತದಿಂದ ಆಯ್ದುಕೊಂಡ ಭಾಗ. ಮಡಿದಿಹ ಮಂತ್ರಿಸುದರು ಜೀವಿಸಲಿ ಎಂದು ಚಂದ್ರಹಾಸನು ದೇವಿಯಲ್ಲಿ ಬೇಡಿಕೊಳ್ಳುವ ಸನ್ನಿವೇಶ. ಚಂಡಿಕಾಲಯ ಕಖಿಳ ಜನ ಸಹಿತ ನಡೆತಂದು ತಿಂಡುಗಿಡಿದಿಹ ಮಾವ ಮೈದುನರ ಹಾನಿಯಂ ಕಂಡು ಕಡು ಶೋಕದಿಂದುರೆನೊಂದು ಚಂದ್ರಹಾಸಂ ದೇವಿಯಂ ನೋಟುತೆ ಖಂಡಿಸಿದಲವು ತನ್ನ ಭಾಗ್ಯಮಂ ತಪ್ಪಾವುದು ಅಂಡಲೆದು ಪಡೆವೆನಿ ವರಸುಗಳಂ ಮೀರಿದೊಡೆ ಪುಂಡರೀಕಾಂಬನ ಸಾಯುಜ್ಯಮೆನಗಾಗಲೆಂದು നിശ്ചിതനാഥനു. അടിപൊളി അടിപൊളി. ഇനി ഒരു മലയാളം കവിത ഒരു 4 വരി കൂടെ ചൊല്ലാം അല്ലേ? ഇതിപ്പോ നമുക്കൊന്നും മനസ്സിലായില്ല. MN പാലൂരിന്റെ ഉഷസ് എന്ന കവിത. ഉഷസ്സേ മനുഷ്യന്റെ
സൗന്ദര്യ സങ്കൽപ്പമാകെ കുഴച്ചാരു നിർമ്മിച്ചു നിന്നെ വെളുക്കുന്നതിൻ മുൻപെഴുന്നേറ്റ് മുങ്ങിക്കുളിച്ചെത്തിടും നിത്യ ചൈതന്യമേ സത്യസൗന്ദര്യമേ സാരസർവസ്വമേ കത്തുമഗ്നിക്ക് തുല്യം ജ്വലിക്കുന്ന നിൻരാഗപൂരങ്ങളിൽ ജീവജാലങ്ങളിൽ രോമഹർഷങ്ങളെന്നും വളർത്തുന്നു നീ ധർമ്മപത്നിക്ക് തുല്യം. അടിപൊളി, നന്നായിരുന്നു, നല്ല രസമുണ്ട്. മോളെ ഏത് സ്കൂളാന്ന് നമ്മൾ? ഞാൻ കോഴിക്കോട് പൂവമ്പായി. അപ്പൊ കോഴിക്കോട് വിജയിക്കോ? കോഴിക്കോട് കപ്പ് കൊണ്ടുപോകും. എല്ലാ തവണയും ഇഞ്ചോടിഞ്ച് പോരാട്ടം അവസാനം വന്നിട്ട് കോഴിക്കോട് കൊണ്ടുപോകുന്നത് നമ്മൾ കാണാറ്. ഓൾ ദി വെരി ബെസ്റ്റ് അല്ലേ പാർവതി? താങ്ക് യു. അപ്പൊ ഇനി നമ്മൾ എങ്ങോട്ടാണ് അനുജ പോകുന്നത്? ഇനി നമ്മൾ പോകുന്നത് നാടകവേദിയിലേക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ നാടകവും കൊല്ലവും ഒക്കെ തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. വേദി 2-ലാണ് നാടക മത്സരം പുരോഗമിക്കുന്നത്. ഇങ്ങനെയാണ് കൊല്ലംകാർ ഈ നാടകത്തെ ഏറ്റെടുത്തിരിക്കുന്നത്. നാടക മത്സരം കുട്ടികൾ അത് അവതരിപ്പിക്കാൻ എത്തുമ്പോൾ അത് എങ്ങനെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അറിയാനൊരു കൗതുകവും ഉണ്ട്. ശ്രീകുമാരനാണ് ചേരുന്നതെന്ന് തോന്നുന്നു. ശ്രീജിത്ത്, ഇന്നലെ മുതൽ ഈ നാടകത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, അവിടെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നാടകത്തെ വളരെയേറെ സ്നേഹിക്കുന്ന കൊല്ലംകാരുടെ ആ നാടക മത്സരങ്ങൾ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? സാധാരണ നമ്മൾ കാണാറുണ്ടല്ലോ, വളരെ രാഷ്ട്രീയവും ഈ സമകാലീന പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദി കൂടിയാണ് നാടകവേദികൾ. ശ്രീജിത്ത്. അതെ സ്മിത, ഞാൻ പോലും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കുട്ടികൾ എത്ര മനോഹരമായാണ് രാഷ്ട്രീയം പറയുന്നത്, അത് നാടകത്തിലൂടെ രാഷ്ട്രീയം പറയുന്നത്, അത് മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നതെന്ന് കണ്ട് കണ്ണിറഞ്ഞ് ഞെട്ടിത്തരിച്ചിരിക്കുന്ന ആ കാണികളെയാണ് കൊല്ലത്ത് കാണാൻ കഴിയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണാം. ഒന്നാമത്തെ നാടകമായിരുന്നു ഈ സംഘം അവതരിപ്പിച്ചത്. നമ്മൾ ആ നാടക സംഘത്തിനോടൊപ്പമാണുള്ളത്. ചൊരുക്ക് എന്നായിരുന്നു ആ നാടകത്തിൻ്റെ പേര്. അവർക്ക് ആരോടാണ് ചൊരുക്ക് എന്ന് ചോദിച്ചാൽ ഈ സമൂഹത്തിലെ അടിച്ചമർത്തപ്പെടുന്നവനോടൊപ്പം അവരെ എതിർത്ത് നിൽക്കുന്ന അടിച്ചമർത്തുന്ന ആളുകളോടാണ് അവർക്ക് ചൊരുക്ക്. തോട്ടിയുടെ അങ്ങനെ തന്നെ ആയിരുന്നില്ലേ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ തോട്ടിയുടെ ആ ഒരു അതിൽ നിന്നാണ് ഇത് ഉൾക്കൊണ്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ നാടകത്തിൻ്റെ നാടകകൃത്തും ആയിട്ടുള്ള എത്ര വയസ്സുണ്ട്? 19 വയസ്സുകാരനായ നാടകൃത്താണ്. പേര് പറ. ഷഹർബിനെ, എന്താണ് ഈ നാടകം? ഒന്ന് ചെറുതായിട്ടൊന്ന് വിവരിക്കാമോ? ഈ നാടകം എന്ന് പറയുന്നത് വലിയൊരു കൂട്ടായ്മയുടെ വിജയമാണ്. ഒരു നാടകം ചെയ്യണം. അതെ, ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ തോട്ടി എന്ന കവിതയിൽ നിന്നാണ് നമ്മൾ ഈ നാടകത്തിലേക്ക് എത്തുന്നത്. അപ്പം എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള നിപുൺ, അതുപോലെ തന്നെ ശിവഗാമി, അഭിഷേക്, ഇവരെല്ലാം വിദ്യാർത്ഥികളാണ്. തലശ്ശേരി ബ്രണ്ണൻ കോളേജ് വിദ്യാർത്ഥികളാണ്. ഇത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് നാടകത്തിലേക്ക് ഇറങ്ങിയോ? പഠനം ഉപേക്ഷിച്ചു? ഞാനിപ്പം പഠനം, ഇതൊക്കെയാണ് എൻ്റെ പഠനം. ഈ രീതിയിൽ നാടകവും അതുപോലെ തന്നെ സാമൂഹികമായിട്ടൊക്കെ ഇടപെട്ടുകൊണ്ട് എന്തെല്ലാം വന്നു എന്നൊന്ന് ചെറുതായിട്ടൊന്ന് വിവരിക്കുക. തോട്ടി ഒരു ഭാഗത്ത് കൂടെ പോകുമ്പോഴും തോട്ടികൾ ഒരു ഭാഗത്ത് കൂടെ പോകുമ്പോഴും അതിലെന്തെല്ലാം വന്നു കണ്ടന്റ് എന്നുകൂടി. ഇന്നത്തെ സമകാലിക രാഷ്ട്രീയം, അതായത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനീതികളും ജാതി ബോധം നിറഞ്ഞിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ വൃത്തികേടുകളെല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. നടി, പ്രധാനപ്പെട്ട നടി ആർദ്ര അല്ലേ? ആർദ്ര എങ്ങനെ തോന്നുന്നു? അവസാനം നാടകം കഴിഞ്ഞിട്ട് അവിടെ പുറകിൽ നിന്ന് കരയുന്ന ഞാൻ കണ്ടത്. ഭയങ്കര സന്തോഷം തോന്നി. കളിച്ചിറങ്ങിയപ്പോൾ ആ ഒരു ഫീല് കഴിഞ്ഞു. കുട്ടികളാണ്, അവരാണ് ഈ രാഷ്ട്രീയം പറഞ്ഞു വച്ചിരിക്കുന്നതെന്ന സന്തോഷമാണ്. അതിൽ എല്ലാം കടന്നു വന്നിട്ടുണ്ട്. രാജ്യത്ത് നിന്ന് നിലനിൽക്കുന്ന ബഹുസ്വരതയെ വെല്ലുവിളിക്കുന്ന ആ ഒരു അതിനെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടമൊക്കെ അതിൽ കടന്നു വന്നിട്ടുണ്ട്. അതിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ശ്രീജിത്ത് നാടക മത്സരങ്ങളുടെ വിശേഷങ്ങളുമായാണ് ചേരുന്നത്. ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അത് എല്ലാ കാലത്തും എനിക്ക് തോന്നുന്നു നാടകങ്ങൾ അങ്ങനെ ഒരുപാട് സംഭാവനകൾ പലപ്പോഴും വിവാദമാകാറുണ്ട്. അത് ആ തരത്തിലേക്ക് വിവാദമാകുമ്പോൾ അത് സർക്കാരിൽ നിന്നൊക്കെ പിന്തുണ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് റഫീഖ് മംഗലശ്ശേരി എന്ന നാടകകൃത്ത് തന്റെ ജീവിതം, നാടകവുമായി ബന്ധപ്പെട്ടുള്ള ജീവിതം അവസാനിപ്പിക്കുന്നു എന്നൊക്കെ നമ്മളോട് തന്നെയാണ് നടത്തിയത്. അപ്പോൾ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും സർക്കാരിന്റെ ഒക്കെ ഒരു ഇടപെടൽ ഈ കാര്യത്തിലൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ പോകുന്നത് നാടൻ പാട്ട് വേദിയിലേക്കാണ്. അജീഷ് ജയകുമാർ തത്സമയം ചേരുന്നുണ്ട്. അജീഷ്, നാടൻ പാട്ട് വേദിയിൽ ഇന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, പ്രതിഷേധമുണ്ടായി. നാടൻ മത്സരം, പാട്ട് മത്സരം തുടങ്ങാനായി വൈകി എന്നൊക്കെയുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്താണ് അവിടുത്തെ പ്രശ്നം? അത് സൗമ്യമായി തന്നെ പരിഹരിക്കപ്പെട്ടോ?
അനുജ, സ്മിത, ഈ നാടൻപാട്ട് മത്സരം എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം, അതായത് നാടൻപാട്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ ഉത്സാഹരഗതിയിലാക്കുന്ന ഒരു കലാരൂപമാണ്. ഉത്സവപ്പറമ്പുകളിലൊക്കെ നമുക്ക് ആ നാടൻപാട്ട് മത്സരം നടക്കുമ്പോൾ, നാടൻപാട്ട് കലാപരിപാടികൾ നടക്കുമ്പോൾ ആൾക്കൂട്ടം ഒഴുകിയെത്താറുണ്ട്. ഇവിടെയും അത്തരത്തിൽ ആൾക്കൂട്ടം ഒഴുകിയെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായത്, അതായത് ഈ കഴിഞ്ഞ ദിവസം ഈ വേദിയിൽ, അതായത് 18-ാം നമ്പർ വേദിയാണ്, സെൻറ്റ് ജോസഫ് ഗവൺമെൻറ് സ്കൂളാണ്, കോൺവെൻറ്റ് സ്കൂളാണ്. ഇവിടെയാണ് ഈ നാടൻപാട്ട് മത്സരങ്ങൾ നടക്കുന്നത്. ഇവിടെ തന്നെയാണ് ഇന്നലെ ഗസൽ മത്സരവും നടന്നത്. ഈ ഗസൽ മത്സരം നടന്നപ്പോൾ തന്നെ ഇവിടുത്തെ ഈ സ്പീക്കർ സിസ്റ്റത്തെക്കുറിച്ച് വ്യാപകമായൊരു പ്രതിഷേധം, വിമർശനം ഉയർന്നിരുന്നു. കാരണം കുട്ടികൾ പാടുന്നതൊക്കെ വ്യക്തമായി കേൾക്കുവാൻ ഓഡിയൻസ് ആയിട്ടുള്ളവർക്ക് പറ്റുന്നില്ല എന്നൊരു പ്രതിഷേധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നാടൻപാട്ട് കലാകാരന്മാരുടെ കൂട്ടായ്മ ഈ സംഘാടകരോട് ഈ വേദി ഒന്നുകിൽ ഇവിടെ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ ഈ സ്പീക്കർ സിസ്റ്റം ഇവിടെ നിന്ന് മാറ്റണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ അവരത് കൂട്ടാക്കിയില്ല. ഇന്ന് രാവിലെയും ഇതേ ആവശ്യവുമായി സംഘാടക സമിതിക്ക് മുന്നിൽ ഇവരെത്തിയിരുന്നു. പക്ഷേ ആ ആവശ്യം ഇവർ മാനിക്കാതെ മത്സരവുമായി മുന്നോട്ട് പോകാനായിരുന്നു തീരുമാനിച്ചത്. പിന്നീട് 9:30-ക്കാണ് മത്സരങ്ങൾ തീരുമാനിച്ചത്. പിന്നീട് മത്സരങ്ങൾ സമയത്ത് നടക്കാതെ വന്നതോടെ പോലീസിൻ്റെ സഹായം തേടി ഈ പ്രതിഷേധിച്ചവരെ പോലീസ് വന്ന് ഇവിടുന്ന് നീക്കുകയും ചെയ്തു, സമാധാനപരമായിട്ട് നീക്കുകയും ചെയ്തു. പക്ഷേ ആദ്യത്തെ പാട്ട് കേട്ടപ്പോൾ തന്നെ ഇവിടുത്തെ കാണികളോട് തന്നെ നമ്മൾ ചോദിച്ചിരുന്നു. കാരണം ഈ പ്രതിഷേധിക്കുന്നവർക്ക് മാത്രമല്ല, കാണികൾക്ക് തന്നെ ഈ പാട്ടുകൾ, കുട്ടികൾ പാടുന്ന പാട്ടുകൾ വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നില്ല എന്നൊരു വിമർശനം ഉണ്ടായിരുന്നു. അത് കേൾക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതായിരുന്നു സത്യം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് സംഘാടകരോട് വ്യക്തമായി കേൾക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള ചെറിയ പ്രതിഷേധമുണ്ടായി. അതെല്ലാം സൗമ്യമായി സമാധാനപരമായി ഒക്കെ പരിഹരിക്കപ്പെട്ടു. അതിനുശേഷം മത്സരം പുരോഗമിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നാടൻ പാട്ട്, അതുപോലെ ഇന്നലത്തെ മംഗലംകളി, അതുപോലുള്ള കലകൾ ഒരു പ്രത്യേക രസമാണല്ലേ. നല്ലൊരു ഓളമാണ്. നമുക്കിനി വളരെ പെട്ടെന്ന് ഒരു കോൽക്കളിയിലേക്ക് പോയാലോ? ആസ്വദിക്കാം നമുക്ക് കോൽക്കളി. കുഞ്ഞാലിമരക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടക്കൽ, അവിടെ നിന്ന് വരുന്ന ഒരു സംഘം വിദ്യാർത്ഥികളുടെ കോൽക്കളി പെർഫോമൻസിലേക്ക്. ഭദ്ര ഷാജി. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള സ്മിത, നമുക്കിത് കാണുമ്പോൾ തന്നെ അല്ലേ എങ്ങനെയാണ് ഈ കുട്ടികൾ ഇത് പഠിച്ച് ഈ വരിക്കിട
ഇടയിലൂടെയൊക്കെ ഇങ്ങനെ നല്ല പ്രാക്ടീസ് ആണ് അല്ലേ? പക്ഷെ അവരെന്ത് ഹാപ്പി ആയിട്ടാ ഊർജ്ജത്തോടുകൂടിയാ കളിക്കുന്നത്. കണ്ടുകൊണ്ടേയിരിക്കാൻ തോന്നും. ഒരുപാട് വിശേഷങ്ങളുണ്ട്. നമ്മളൊരു ഇടവേളയിലേക്ക് പോയാലോ? ഒരു ഇടവേളയ്ക്ക് പോകുന്നു. അതിനുശേഷം നമ്മളെ ആധുനിക സാങ്കേതിക വിദ്യ TTS-ലൂടെ നമ്മളൊരു മത്സരാർത്ഥി ഭദ്ര എന്ന പേരുള്ള മത്സരാർത്ഥി നമ്മൾ കൊച്ചി സ്റ്റുഡിയോയിലേക്ക് ഭദ്ര ഷാജി അല്പസമയത്തിനകം എത്തുന്നു. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. കലക്കൻ കൊല്ലം തുടരുകയാണ്. ഏഷ്യയിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ കലാമാമാങ്കം സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് പുരോഗമിക്കുകയാണ്. സർവകലാ സംഗമഭൂമിയായി കൊല്ലത്തെ ആശ്രമ മൈതാനവും പരിസരവും മാറുകയാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് കൊച്ചിയിലെ കാക്കനാട് സ്റ്റുഡിയോയിലാണ്. നമ്മുടെ ഒരു പ്രത്യേക ടെക്നോളജി, ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കൊല്ലത്ത് നിന്നും അവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു മത്സരാർത്ഥി, അതും നാടോടി നൃത്ത മത്സരത്തിൽ പങ്കെടുക്കുന്ന ഭദ്ര ഷാജിയാണ് നമ്മോടൊപ്പം ചെയ്യുന്നത്. നേരെ അവിടെ നിന്നും കൊച്ചി സ്റ്റുഡിയോയിലേക്ക് TTS സാങ്കേതിക വിദ്യ വഴി ഭദ്ര വരികയാണ്. ഭദ്രയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഭദ്ര പ്ലീസ് കം. ഭദ്ര, ഇപ്പോൾ കൊല്ലത്ത് നേരെ കൊച്ചിയിലേക്ക് വന്നിരിക്കുന്നു. കൊച്ചി സ്റ്റുഡിയോയിലാണ് ഇപ്പോൾ ഭദ്ര നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ TTS ടെക്നോളജി. ഭദ്ര ഷാജി മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത് അല്ലേ? എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? സ്കൂളിന്റെ പേര് കൂടി പറയൂ. 9th മലപ്പുറത്ത് നിന്നും വരുന്ന KMHS കുറ്റൂർ നോർത്താണ് സ്കൂളിന്റെ പേര്. ഓക്കെ, മത്സരം കഴിഞ്ഞു ഇന്ന് നാടോടി നൃത്തം? കഴിഞ്ഞു. റിസൾട്ട് വന്നോ? റിസൾട്ട് വന്നിട്ടില്ല. അപ്പൊ നടന്നുകൊണ്ട് നിൽക്കുകയാണ് ഫോക്ക് ഡാൻസ് സ്റ്റേജില്. എന്താണ് അവതരിപ്പിച്ചത്? അടിയാത്ത പെണ്ണിന്റെ ഒരു തീമായിരുന്നു. ഓക്കെ, ആരാണ് പഠിപ്പിച്ചത്? ഗുരു ആരാണ്? ബുഹാസിൻ ബൈജു എന്ന മാസം. മലപ്പുറത്ത് തന്നെ ഉള്ളതാണ് അല്ലേ? ഇത് ആദ്യമായിട്ടാണോ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് ഭദ്ര? സംസ്ഥാന കലോത്സവത്തിൽ ആദ്യമായിട്ടാ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് വന്നപ്പോ? നല്ലതാണ്, സന്തോഷമാണ്. ഭദ്ര, ഒരു കാര്യം ചെയ്ത് നമുക്ക് നേരെ പെർഫോമൻസിൽ കിടക്കാം. പ്രേക്ഷകർ കാത്തിരിക്കുന്നു ആ പെർഫോമൻസ് കാണാം. ഓക്കെ, ആയിക്കോട്ടെ, ശരി. താളത്തിൽ കൊയ്യടി കൊച്ചു പെണ്ണെ, അന്നം തരുന്നൊരു തമ്പ്രാൻ വരുന്നേരെ ആർത്തു പിടിക്കടി ഭംഗമാരെ. ഓലക്കുടം ചൂടി കൊച്ചമ്പ്രാൻ വന്നപ്പോൾ പെണ്ണിന്റെ ഉള്ളില് കുളിരുവന്നെ. കണ്ണങ്ങെടുക്കാതെ മെയ്യങ്ങനക്കാതെ അന്തിച്ചു നിന്നുപോയി കൊച്ചു പെണ്ണ്. അടിയാത്തി പെണ്ണിന്റെ അകതാരിൽ സ്വപ്നത്തെ അങ്ങാടി പാട്ടാക്കി മാളൂര്. ഊരിൽ മൂപ്പനും മനയിൽ തമ്പ്രാനും ആധ്യാനുരാഗത്തിൻ കഥയറിഞ്ഞു. പൊട്ടിത്തെറിച്ചു തമ്പ്രാൻ, ക്ഷണം ഞെട്ടി വിറച്ചു മൂപ്പൻ. കളിയാട്ട കാവിലെ കോമരം പോലെ കളിതുള്ളി തമ്പ്രാൻ പറഞ്ഞു. നാടിനുടയോനെ മോഹിച്ച പെണ്ണിനെ ഊരു വിലക്കു കൊടുത്തിടേണം. ഉറ്റവരുടയവർ കൈയൊഴിഞ്ഞു എൻ്റെ ചുറ്റിലും നാട്ടുകാർ വേലി കെട്ടി. ജീവന്റെ ജീവനാം സ്നേഹിച്ച തമ്പ്രാനും തെമ്മാടിക്കൂട്ടരൊത്ത് പരിഹസിച്ചു, എന്നെ പരിഹസിച്ചു. ഭദ്ര ഷാജിയുടെ പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. നാടോടി നൃത്തത്തിനാണ് ഭദ്ര മത്സരിച്ചത്. ഇപ്പോഴും മത്സരം പൂർത്തിയായിട്ടില്ല. അവിടെ മറ്റ് മത്സരാർത്ഥികൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏകഡ് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഭദ്ര. ഓൾ ദ വെരി ബെസ്റ്റ്. തിരികെ കൊല്ലത്തേക്ക് പോവുകയാണ്. അവിടെ അനുജിയും സ്മിതിയും കാത്തു നിൽക്കുന്നു. ഓവർ ടു ദം. അപ്പോൾ താങ്ക് യു പ്രജിൻ. ഭദ്ര ഷാജിയുടെ നാടോടി നൃത്തമാണ് നമ്മൾ കണ്ടത്. ഞാനും സ്മിതയും ഇപ്പോൾ നിൽക്കുന്നത് 62ാമത് കേരള സർക്കാർ സ്കൂൾ കലോത്സവത്തിന്റെ
മുഖ്യവേദിക്ക് തൊട്ട് മുന്നിലാണ്. ആശ്രാമ മൈതാനത്താണ് ഈ വേദിയുള്ളത്. 2ാം ദിവസം മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ കോഴിക്കോട് ജില്ല ആധിപത്യം തുടരുന്നു എന്നുള്ളതാണ്. കണ്ണൂർ, തൃശൂർ ജില്ലകൾ തൊട്ട് പിന്നിലുണ്ട്. 2 ജില്ലകൾ 2ാം സ്ഥാനത്ത്. അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെയുള്ളത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് ഈ ആദ്യ ദിനം മുതൽ തന്നെ അങ്ങനെയാണ്. പക്ഷേ ജില്ലകൾ മാറി മറിയുന്നുണ്ട്. കോഴിക്കോട് ആധിപത്യം തുടരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ 2-3 പോയിന്റിനൊക്കെ ഉള്ളപ്പോൾ എപ്പോ വേണമെങ്കിലും മാറി മറിയാം എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇനങ്ങൾ അല്ലെങ്കിൽ ഗ്ലാമർ ഇനങ്ങളൊക്കെ എന്ന് നമ്മൾ പറയുന്നവയാണ് നടക്കുന്നത്. കൂടുതൽ പോയിന്റുകൾ നേടുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഫ്ലവേഴ്സിന്റെ ടോപ്പ് സിംഗർ അതിലെ പെർഫോം ചെയ്യുന്ന കുട്ടികളൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ഒരു കുടുംബം പോലെയാണ്. ആ കുടുംബത്തിൽ ഒരാളിപ്പോ നമ്മുടെ കൂടെ വരുന്നുണ്ട്. മോൻ സിദ്നാൻ താജാണ്. സിദ്നാൻ ഏത് മത്സരത്തിലാണ് പങ്കെടുത്തത്? ഞാൻ ഗസലാണ്. മാപ്പിളപ്പാട്ട് നാളെ ഉണ്ട്. നാളെ മാപ്പിളപ്പാട്ട്. ഇന്ന് ഗസൽ കഴിഞ്ഞു. റിസൾട്ട് വന്നോ? റിസൾട്ട് വന്നു. ഫസ്റ്റ് എ ഗ്രേഡ് ആണ്. എ ഗ്രേഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കണം? ഞാൻ 9th. സ്കൂൾ കണ്ണൂർ വാരം CHM. മോന് ഇങ്ങനത്തെ നമ്മുടെ ഈ ടോപ്പ് സിംഗറിൽ പരിപാടികളിൽ പങ്കെടുത്തല്ലോ. അപ്പൊ പലരും പറയാറുണ്ട് നമ്മുടെ ഈ ഒരു സ്റ്റേജ് ഫിയർ ഒക്കെ അങ്ങനെ അങ്ങ് പോകുന്നു. അപ്പൊ ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഇത്തരം എക്സ്പീരിയൻസ് നമുക്ക് ഗുണം ചെയ്യുന്നുണ്ടോ? ഗുണം ചെയ്യുന്നൊക്കെ ഉണ്ട്. പാട്ടിനെ ഒരു അപ്രോച്ച് ചെയ്യേണ്ട രീതി പഠിച്ച ടോപ്പ് സിംഗർ എന്നാണ്. പക്ഷേ സിദാന്റെ പാട്ട് കേൾക്കാനാണ് നമ്മുടെ 24ന്റെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ഫ്ലവേഴ്സിലെ പ്രേക്ഷകരും നമ്മളൊക്കെ നെഞ്ചോട് ചേർത്ത 3rd സീസണിലെ ഫൈനലിസ്റ്റ് ആണ് അല്ലേ? ഒട്ടേറെ പാട്ടുകളൊക്കെ വൈറലായിട്ടുണ്ട്. അതിൽ പറക്കും തളിക, മനുഷ്യനെ കറക്കും തളിക മില്യൺസ് വെച്ചിട്ട് അങ്ങ് വൈറലായി പോയ പാട്ടാണ്. ഇപ്പൊ ഏത് പാട്ടാ പാടാം? ഇപ്പോ പറക്കും തളിക വേണേ പാടാം. ആയിക്കോട്ടെ. പറക്കും തളിക ഇതു മനുഷ്യരെ കറക്കും തളിക, വടികഠാര വെടി പടഹമോട് ജനമിടി തുടങ്ങി മകനെ, കടുകഠോര കുടുശകടമാണു ശനി ശരണമാരു ശിവനെ, ഗതികെട്ടൊരു വട്ടനു വീറപ്പൊട്ടനൊരിട്ടം വന്നതുപോലെ ഇതാ ഈ നൊസ്സുകാരനൊരു ബസ് വാങ്ങിയതൊരസൽ സംഭവമായി. പറക്കും തളിക ഇതു മനുഷ്യരെ കറക്കും തളിക. പാടിയ പാട്ടാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചല്ലേ പാടിയത്? അദ്ദേഹത്തിന്റെ കമന്റ് എങ്ങനെയായിരുന്നു? അദ്ദേഹം എഴുന്നേറ്റ് അഞ്ചി സാർ വലിയ അംഗീകാരമാണ് അല്ലേ? സന്തോഷല്ലേ? ഇതിന് മ്യൂസിക് ഇല്ലാത്തതുകൊണ്ട് അതിന്റെ ഒരു ഗും വന്നില്ല എന്ന് തോന്നുന്നു. നെക്സ്റ്റ് ടൈം അല്ലേ? അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അടുത്ത മത്സരത്തിനും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മൾ തിരിച്ച് കാക്കനാട് സ്റ്റുഡിയോയിലേക്ക് മറ്റൊരു മത്സരാർത്ഥിയുമായി പ്രജിൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓവർ ടു പ്രജിൻ. ബാക്ക് ടു പ്രജിൻ. താങ്ക് യു അനുജ ആൻഡ് സ്മിത. നമുക്ക് മറ്റൊരു പെർഫോമർ എത്തിയിട്ടുണ്ട്. നേരെ അവരിലേക്ക് തന്നെ പോവാം. കാരണം പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഇത്തരം പരിപാടികൾ കാണാനാണല്ലോ. അനയാണ് എത്തുന്നത്. അനയ പ്ലീസ് കം. അനയ കൊല്ലത്ത് നിന്ന് നേരെ കൊച്ചിയിലേക്ക് വരികയാണ്. TTS സാങ്കേതിക വിദ്യയിലൂടെ ഇപ്പോൾ എത്തിയിരിക്കുന്നു. അനയ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? ഏത് ജില്ലയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ESHS കുന്നംകുളം. മോഹിനിയാട്ടക്കാരിയായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? മത്സരം പൂർത്തിയായോ അവിടെ? അതെ. ഇല്ല അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആദ്യമായിട്ടാണോ സംസ്ഥാനത്ത് വരുന്നത് കലോത്സവത്തിന്? അല്ല 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ വരുന്നത്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ +2. ഓക്കെ. അപ്പം മുൻപ് വന്നിട്ടുണ്ട്. ഇപ്പോൾ +2 ആണോ +1 ആണോ? ഞാൻ +2. അപ്പൊ അവസാന അവസരമാണല്ലേ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ? അതെ. ഓക്കെ, നമുക്ക് നേരെ പെർഫോമൻസിലേക്ക് പോവാം. മോഹിനിയാട്ടം. ലേഖയ സഖിനി ചിത്രം മാമക സ്വപ്നേദർശിത കോമള രൂപം
സഖിനി ചിത്രം മാമക സ്വപ്നേദർശിത കോമള രൂപം ലേഖയ സഖിനി ചിത്രം മാമക സ്വപ്നേദർശിത കോമള രൂപം. യെസ്, അനയാണ്. അനയ മോഹിനിയാട്ടം വളരെ നന്നായിട്ട് അവതരിപ്പിച്ചു. എന്തായാലും എ ഗ്രേഡ് ലഭിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. അങ്ങനെ ഒരുപാട് കലാകാരികളും കലാകാരന്മാരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.